ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് പഠിക്കുന്നത് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. അദ്ദേഹത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് പറയാനുള്ള മറ്റ് വിവരങ്ങൾ പറയുകയാണെങ്കിൽ കേരള സാക്ഷരതയുടെ പിതാവ്. അപ്പോൾ കേരള സാക്ഷരതയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആരെയാണ്? ചാവറയച്ചൻ എന്ന് പറയുന്ന കുര്യാക്കോസ് ഏലിയാസ് ചാവറ. അപ്പോൾ ഇദ്ദേഹത്തെയാണ് കേരള സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇദ്ദേഹം 1805 ഫെബ്രുവരി 10 ജനിക്കുന്നത്. 1805 ഫെബ്രുവരി 10 ജനിക്കുന്നു. എവിടെയാണ്? ആലപ്പുഴ ജില്ലയിലെ കൈനകരി. ആലപ്പുഴ ജില്ലയിലെ കൈനകരിയിലാണ് അദ്ദേഹത്തിന് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ പിതാവ് ഐക്കോ കുര്യാക്കോസ്, അമ്മയുടെ പേര് മറിയം തോപ്പിൽ. അപ്പോൾ പിതാവ് ഐക്കോ കുര്യാക്കോസ്, മാതാവ് മറിയം തോപ്പിൽ. ഇവരുടെ മകനായി കുര്യാക്കോസ് ഏലിയാസ് ചാവറ ജനിച്ചത് ആലപ്പുഴ ജില്ലയിലെ കൈനകരിയിൽ 1805 ഫെബ്രുവരി 10 അന്തരിച്ചത് 1871 ജനുവരി 3 അദ്ദേഹം അന്തരിക്കുന്നത്. കാലത്തിന് മുൻപേ നടന്ന നവോത്ഥാന നായകൻ. അപ്പോൾ നമ്മുടെ നവോത്ഥാന നായകന്മാരുടെ ഒരു കാലഘട്ടം പറയുമ്പോൾ ശ്രീനാരായണ ഗുരുവാണെങ്കിലും ബ്രഹ്മാനന്ദ ശിവയൊക്കെ നമുക്ക് 1850 ശേഷം ജനിച്ച ആൾക്കാരാണ്. അപ്പോൾ ഏകദേശം കേരളത്തിൻ്റെ നവോത്ഥാനമൊക്കെ പറഞ്ഞത് 1880കളുടെയൊക്കെ ഒരു അവസാനം തൊട്ട് 1930 ആ ഒരു കാലഘട്ടം വരെയാണ് വലിയ രീതിയിലുള്ള നവോത്ഥാനം നടന്നത്. പക്ഷേ അതിന് മുമ്പേ ജീവിച്ച് മരിച്ച ഒരാളായതുകൊണ്ട് തന്നെ നവോത്ഥാന നായകൻ എന്ന് പറയപ്പെടുമ്പോൾ ഇദ്ദേഹത്തിനെക്കുറിച്ച് മുമ്പിൽ നടന്ന, കാലത്തിന് മുൻപേ നടന്ന ഒരു നവോത്ഥാന നായകനെന്ന് കേരള ചരിത്രം വിശേഷിപ്പിക്കുന്ന ഒരാളാണ്, ഒരു നവോത്ഥാന നായകനാണ് ആര്? കുര്യാക്കോസ് ഏലിയാസ് ചാവറ അറിയപ്പെടുന്നത്. ഇദ്ദേഹത്തെ ദൈവദാസൻ എന്നാണ് അറിയപ്പെടുന്നത്. അനുഗ്രഹീത പുരോഹിത ശ്രേഷ്ഠൻ എന്നൊക്കെ ഇദ്ദേഹം അറിയപ്പെടുന്നു. അപ്പോൾ ഏതൊക്കെയാണ്? ദൈവദാസനെന്നും അനുഗ്രഹീത പുരോഹിത ശ്രേഷ്ഠൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ഇദ്ദേഹമാണ്, ചാവറയച്ചനാണ്. ജ്ഞാനയോഗ, കർമ്മയോഗ, ഭക്തിയോഗ, ഇപ്പം 3 തരം യോഗകളിലൂടെ, ഏതൊക്കെയാണ്? ജ്ഞാനയോഗ, കർമ്മയോഗ, ഭക്തിയോഗ എന്നിവയിലൂടെ ഒരാൾക്ക് മോക്ഷത്തിലേക്ക് എത്തിച്ചേരാനാകും എന്ന് ഇദ്ദേഹം വിശ്വസിച്ചു. അപ്പം ജ്ഞാനയോഗ, കർമ്മയോഗ, ഭക്തിയോഗ എന്നിവയിലൂടെ ഒരാൾക്ക് മോക്ഷത്തിലേക്ക് എത്തിച്ചേരാനാകും എന്ന് വിശ്വസിച്ചു. ഇദ്ദേഹം 1829 അർത്തുങ്കൽ, ആലപ്പുഴയിലെ അർത്തുങ്കൽ പള്ളിയിൽ പുരോഹിതനായി മാറി. ഇദ്ദേഹം സ്ഥാപിച്ച സന്യാസി സംഘത്തെ വിളിക്കുന്ന പേരാണ് CMI. നമുക്ക് പരിചയമുണ്ടായിരിക്കും. CMI, കാർമലൈറ്റ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റ് എന്ന് വിളിക്കപ്പെടുന്ന CMI, കാർമലൈറ്റ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റ്, ഇദ്ദേഹം സ്ഥാപിച്ച സന്യാസി സംഘമാണ്. അപ്പോൾ 1829 ആലപ്പുഴയിലെ അർത്തുങ്കൽ പള്ളിയിൽ ഇദ്ദേഹം പുരോഹിതനായി മാറി. ഇന്ത്യയിലെ ഇദ്ദേഹം സ്ഥാപിച്ച സന്യാസി സംഘമായ CMI ഏതാണ്? കാർമലൈറ്റ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റ്. ഈ സംഘത്തിൻ്റെ പ്രത്യേകതയുണ്ട്. ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ക്രിസ്തീയ സന്യാസി സഭയാണ്. 1831 ഇദ്ദേഹം സ്ഥാപിച്ചത്. അപ്പം ഏതാണ്? CMI സന്യാസി സഭയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ക്രിസ്ത്യാനി സന്യാസി സഭ എന്നറിയപ്പെടുന്നത്. ഇദ്ദേഹം ആയിരുന്നു ഇതിൻ്റെ ആദ്യത്തെ സുപ്പീരിയർ ജനറൽ. ഓക്കെ, അപ്പോൾ CMI എന്ന് പറയുന്ന സംഘടനയുടെ സുപ്പീരിയർ ജനറൽ എന്ന് പറയുന്നത് ചാവറയച്ചനായിരുന്നു. CMI സ്ഥാപനങ്ങളിലും പ്രവർത്തനങ്ങളിലും ഒക്കെ ഇദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട്, സഹകാരികളായി ഉണ്ടായിരുന്നത് പാലക്കൽ തോമാ മൽപ്പൻ, പോരുകര തോമസ് മൽപ്പൻ. ഈ മൽപ്പൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഗുരു എന്നാണ്. അപ്പം ആരൊക്കെയാണ്? പാലക്കൽ തോമാ മൽപ്പനും പോരുകര തോമസ് മൽപ്പനും. ഇവർ രണ്ടുപേരുമായിരുന്നു CMI എന്ന സംഘത്തിൻ്റെ ഒപ്പം, അതിനകത്ത് ചാവറയച്ചനോടൊപ്പം ഉണ്ടായിരുന്ന, സഹകരിച്ചിരുന്ന 2 വ്യക്തികൾ, 2 ഗുരുക്കന്മാർ. ഇദ്ദേഹം തന്നെയാണ് ആദ്യത്തെ കന്യാസ്ത്രീ മഠവും സ്ഥാപിച്ചത്. ഏതാണ്? CMC. അപ്പോൾ കോൺഗ്രിഗേഷൻ ഓഫ് ദി മദേഴ്സ് ഓഫ് കാർമൽ. അപ്പോൾ കോൺഗ്രിഗേഷൻ ഓഫ് ദി മദേഴ്സ് ഓഫ് കാർമൽ എന്ന സംഘടന ഏതാണ്? ആദ്യത്തെ കന്യാസ്ത്രീ മഠം. അത് 1866. അപ്പോൾ നേരത്തെ പറഞ്ഞത് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ക്രിസ്തീയ സന്യാസി സംഘമായ CMI സ്ഥാപിച്ചത് 1831. 66 അദ്ദേഹം CMC സ്ഥാപിച്ചു. ഇനി നമുക്കറിയാവുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. കേരളത്തിൽ വിദേശീയരുടെ സഹായമില്ലാതെ, അപ്പം കേരളത്തിൽ പ്രിൻറ്റിംഗ് പ്രസ്സൊക്കെ ആദ്യം സ്ഥാപിച്ചത് വിദേശീയരാണെന്ന് നമുക്കറിയാം. പക്ഷേ വിദേശീയരുടെ ഒന്നും സഹായമില്ലാതെ ആദ്യത്തെ അച്ചടിശാല സ്ഥാപിച്ചതും ഇദ്ദേഹമാണ്. ഈ യൂറോപ്യൻ കുത്തകയായിരുന്ന അച്ചടി പ്രിൻറ്റിംഗ് ടെക്നോളജിയെ ആ യൂറോപ്യൻ സഹായമില്ലാതെ കേരളത്തിൽ തനതായി ആവിഷ്കരിച്ച വ്യക്തിയാണ് ഇദ്ദേഹം, കുര്യാക്കോസ് ഏലിയാസ് ചാവറ. അദ്ദേഹം ഈ ഒരു
മാറ്റത്തെ, അതായത് 1846 ചാവറയുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ ഈ മലയാള അച്ചടി, അതിനെ ആ ഒരു മുന്നേറ്റത്തെ, അതായത് യൂറോപ്യൻ ശക്തിയുടെ സഹായമൊന്നുമില്ലാതെ തന്നെ അച്ചടി മേഖലയെ, അല്ലെങ്കിൽ ഈ പറയുന്ന മലയാള ഭാഷയെ അച്ചടിച്ച് കൊണ്ടുവരുന്ന ആ ഒരു വിപ്ലവകരമായ മാറ്റത്തെ വിളിക്കുന്ന പേരാണ് വാഴത്തട വിപ്ലവം എന്നറിയപ്പെടുന്നത്. അപ്പോൾ അത് ഇപ്പം മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ കേരള സാക്ഷരതയുടെ പിതാവ് എന്ന് വിളിക്കാനുള്ള കാരണം മനസ്സിലായല്ലോ. അപ്പം വാഴത്തട വിപ്ലവം എന്നറിയപ്പെടുന്ന എന്താണ്? യൂറോപ്യന്മാരുടെ സഹായമില്ലാതെ കേരളത്തിൽ അച്ചടി ശാല നിർമ്മിക്കുന്ന ആ ഒരു വിപ്ലവത്തെയാണ് എന്ത് വിളിക്കുന്നത്? വാഴത്തട വിപ്ലവം എന്നറിയപ്പെടുന്നത്. ഇനി ഇതിനെക്കുറിച്ച് തന്നെ പറയാം. കേരളത്തിൽ സ്ഥാപിച്ച അച്ചടിശാലയുടെ പേരാണ് മാന്നാനത്തുള്ള, കോട്ടയത്തെ മാന്നാനത്തുള്ള സെൻറ്റ് ജോസഫ് പ്രസ്സാണ് കേരളത്തിൽ ഇദ്ദേഹം സ്ഥാപിച്ച അച്ചടിശാല. അപ്പോൾ യൂറോപ്യന്മാരുടെ സഹായമില്ലാതെ ചാവറയച്ചൻ സ്ഥാപിച്ച അച്ചടിശാലയാണ് മാന്നാനത്തെ സെൻറ്റ് ജോസഫ് പ്രസ്. ഇനി ഇത് കേരളത്തിൽ സ്ഥാപിച്ച മൊത്തത്തിലുള്ള നോക്കിക്കഴിഞ്ഞാൽ മൂന്നാമത്തെ അച്ചടിശാലയാണ് സെൻറ്റ് ജോസഫ് പ്രസ്. അപ്പോൾ യൂറോപ്യന്മാരുടെ സഹായത്തോടെ നേരത്തെ പ്രസ്സുകൾ ഉണ്ടായിരുന്നു, അത് നമുക്ക് പിന്നീട് പഠിക്കാം. അപ്പോൾ സെൻറ്റ് ജോസഫ് പ്രസ് കേരളത്തിൽ തന്നെ മൂന്നാമത്തെ അച്ചടിശാലയാണ്. അത് യൂറോപ്യരുടെ സഹായമില്ലാതെ ചാവറയച്ചൻ കേരളത്തിൽ സ്ഥാപിച്ചതാണ്. ഇത് വർഷം 1846. അപ്പോൾ 1846 ഈ ഒരു അച്ചടിശാല സ്ഥാപിച്ചു. ഇവിടെ നിന്നും അച്ചടിച്ച ആദ്യത്തെ പുസ്തകമാണ് ജ്ഞാനപീയൂഷം. അപ്പം സെൻറ്റ് ജോസഫ് പ്രസ്സിൽ നിന്നും അച്ചടിച്ച ആദ്യ പുസ്തകമാണ് ജ്ഞാനപീയൂഷം. അപ്പോൾ ദീപിക പത്രം ആദ്യമായി അച്ചടിച്ച പ്രസ്. അപ്പം നമുക്ക് പരിചയമുള്ളൊരു പത്രമാണെന്ത്? ദീപിക പത്രം. നമ്മൾ കേട്ടില്ലേ, ദീപിക, വീക്ഷണം എന്നൊക്കെയുള്ള പത്രങ്ങളുണ്ടല്ലോ. അപ്പോൾ ആ ദീപിക പത്രം ആദ്യമായി അച്ചടിച്ചത് ഈ പ്രസ്സിൽ നിന്നായിരുന്നു. ഏത്? സെൻറ്റ് ജോസഫ് പ്രസ്സിൽ നിന്നായിരുന്നു. അപ്പോൾ ദീപിക പത്രം ആദ്യമായി അച്ചടിച്ച വർഷം 1887. അപ്പോൾ 1887 ദീപിക പത്രം ആദ്യമായി അച്ചടിച്ചത്. തൊട്ടടുത്ത വർഷം നമുക്ക് ഓർത്ത് വയ്ക്കാം, നമുക്ക് പരിചയമുള്ളൊരു പത്രമുണ്ട്, മലയാള മനോരമ. മലയാള മനോരമ പത്രത്തിൻ്റെ മേളിലിട്ടുണ്ടല്ലോ. ഏതാണ്? 1888. അപ്പോൾ 1887 ദീപിക പത്രം ആദ്യമായി അച്ചടിച്ചത്. അത് സെൻറ്റ് ജോസഫ് പ്രസ്സിലാണ്. മാന്നാനത്ത് ആദ്യ സീറോ മലബാർ കോമൺ സെമിനാരി ഇദ്ദേഹം 1833 സ്ഥാപിച്ചത്. അപ്പം മാന്നാനത്ത് ആദ്യത്തെ സീറോ മലബാർ കോമൺ സെമിനാരി, ഓക്കെ, അത് 1830. അപ്പോൾ CMA സ്ഥാപിച്ചത് 1831, സീറോ മലബാർ കോമൺ സെമിനാരി 1833, CMC സ്ഥാപിച്ചത് എപ്പോഴാണ്? 1866 കന്യാ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ചാവറയച്ചൻ സ്ഥാപിച്ച സംഘടന. ഈ സംഘടനയുടെ പേര് ഓർത്ത് വയ്ക്കുക, അമലോത്ഭവ ദാസ സംഘം. അപ്പോൾ ചാവറയച്ചൻ സ്ഥാപിച്ച സംഘടനയാണ് അമലോത്ഭവ ദാസ സംഘം. മാന്നാനത്തെ സന്യാസി മഠത്തിൻ്റെ അധികാരിയായി നിയമിതനായത് 1855. അപ്പം മാന്നാനത്തെ സന്യാസി മഠത്തിൻ്റെ അധികാരിയായി ഇദ്ദേഹം നിയമിതനായത് 1855. നേരത്തെ നമ്മൾ ഒരു കാര്യം പറഞ്ഞു, അർത്തുങ്കൽ പള്ളിയുടെ കാര്യം പറഞ്ഞില്ലേ, അത് എപ്പോഴായിരുന്നു? 1829. അപ്പം മാന്നാനത്തെ സന്യാസി മഠത്തിൻ്റെ അധികാരിയായത് 1855. സീറോ മലബാർ കാത്തലിക് ചർച്ചിൻ്റെ വികാരി ജനറലായി നിയമിതനായത് 1861. അപ്പം സന്യാസി മഠത്തിൻ്റെ അധികാരിയായി മാറിയത് 1855, സീറോ മലബാർ കാത്തലിക് ചർച്ചിൻ്റെ വികാരി ജനറലായത് 1861. സൗജന്യ വിദ്യാഭ്യാസം ലഭ്യമാകുന്നതിനായി പള്ളിയോടൊപ്പം പള്ളിക്കൂടം എന്ന ആശയം കൂടി ഇദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നു. അപ്പം അന്നത്തെ വലിയൊരു മാറ്റം വരുന്നുണ്ട്, പള്ളിയോടൊപ്പം ഒരു പള്ളിക്കൂടം വേണം. എന്താണ്? സൗജന്യ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട്. അപ്പം പള്ളികളോട് ചേർന്ന് സ്ഥാപിച്ച സ്കൂളുകളായതുകൊണ്ടാണ് പണ്ട് കാലത്ത് സ്കൂളുകളെ പള്ളിക്കൂടം എന്ന് വിളിച്ചിരുന്നത്. പള്ളികളോട് സ്ഥാപിച്ചതാണ് അന്നത്തെ സ്കൂളുകൾ, അതുകൊണ്ട് തന്നെ പള്ളിക്കൂടം എന്ന് വിളിച്ചിരുന്നു. അതിനുശേഷം അവിടുത്തെ ഉച്ചഭക്ഷണത്തിനായി വിദ്യാലയങ്ങളിൽ ഇദ്ദേഹം ആരംഭിച്ച സംരംഭമാണ് പിടിയേരി സമ്പ്രദായം. ഉച്ചഭക്ഷണത്തിന് വേണ്ടി വിദ്യാലയങ്ങളിൽ ചാവറയച്ചൻ ആവിഷ്കരിച്ച സമ്പ്രദായമാണ് പിടിയേരി സമ്പ്രദായം. ഫാദർ ലിയോ പോൾ ഒസീഡിയോടൊപ്പം പെൺകുട്ടികൾക്കായി ആദ്യ ബോർഡിംഗ് സ്കൂൾ തുടങ്ങിയത് കൂനന്മാവിലാണ്. ഓക്കെ, അപ്പോൾ എവിടെയാണ്? ഫാദർ ലിയോ പോൾ ഒസീഡിയോടൊപ്പം പെൺകുട്ടികൾക്ക് വേണ്ടി ആദ്യ ബോർഡിംഗ് സ്കൂൾ തുടങ്ങിയത് 1868 കൂനന്മാവിലാണ്. ഇനി ഒരു അത്ഭുതം, ഇദ്ദേഹത്തിൻ്റെ ഒരു അത്ഭുതമായി കണക്കാക്കുന്നത് കോട്ടയം പാല സ്വദേശിയായ മരിയ ജോസ് കൊട്ടാരത്തിൽ എന്നറിയപ്പെടുന്ന മരിയ മോളുടെ കോങ്കണ്ണ് സുഖപ്പെടുത്തി എന്നതാണ് ചാവറയച്ചനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കാൻ കാരണമായത്. അപ്പോൾ വിശുദ്ധ ചാവറയച്ചൻ എന്നറിയപ്പെടുന്ന അദ്ദേഹം ചെയ്തൊരു അത്ഭുതം എന്തായിരുന്നു? കോട്ടയം പാല സ്വദേശിയായ മരിയ മോളുടെ കോങ്കണ്ണ്
സുഖപ്പെടുത്തി കൊടുത്തു. അതാണ് അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കാൻ കാരണമായെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇദ്ദേഹം മാന്നാനത്ത് ഒരു സംസ്കൃത സ്കൂളും കൂടെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു 1846. ഇവിടെ പ്രത്യേകിച്ച് അറിയേണ്ട കാര്യം, ദളിതരെയും പിന്നോക്കാവസ്ഥയിൽപ്പെടുന്നവരെയും ഇവിടെ പ്രവേശിപ്പിച്ചു. ഇപ്പോൾ ഒരു സംസ്കൃത സ്കൂൾ സ്ഥാപിച്ചത് 1846. നമുക്കെല്ലാ വർഷങ്ങളൊന്നും ഓർത്ത് വയ്ക്കണമെന്നില്ല, എങ്കിലും നമുക്കൊന്ന് റെഫറൻസായിട്ട് ഓർത്ത് വയ്ക്കാവുന്നതാണ് ഇത് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ. ചാവറയച്ചൻ്റെ ഭൗതികാവശിഷ്ടം, അദ്ദേഹത്തിൻ്റെ തിരുശേഷിപ്പുകൾ സൂക്ഷിച്ചിരിക്കുന്നത് ഈ മാന്നാനത്തെ സെൻറ്റ് ജോസഫ് പള്ളിയിലാണ്. അപ്പം മാന്നാനത്തെ സെൻറ്റ് ജോസഫ് പള്ളിയിലാണ് ഇദ്ദേഹത്തിൻ്റെ ഭൗതികാവശിഷ്ടം സൂക്ഷിച്ചിരിക്കുന്നത്. നേരത്തെ ഒരു കാര്യം പറഞ്ഞല്ലോ, മാന്നാനത്തെ ഒരു സെൻറ്റ് ജോസഫിൻ്റെ കാര്യം എന്തായിരുന്നു? പ്രസ്. ഓക്കെ. ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് ഇദ്ദേഹത്തോടുള്ള ആദരസൂചകമായി സ്റ്റാമ്പ് പുറത്തിറക്കിയിട്ടുണ്ട് എന്നാണ് 1987 ഡിസംബർ 20 ഇദ്ദേഹത്തിനോടുള്ള ആദരസൂചകമായി സ്റ്റാമ്പ് പുറത്തിറക്കിയത്. ഇദ്ദേഹത്തെ ധന്യൻ പദവിയിലേക്ക്, ധന്യൻ വെച്ചാൽ വെനേറബിൾ, അപ്പം ധന്യൻ എന്ന പദവിയിലേക്ക് ഉയർത്തിയ മാർപ്പാപ്പ എന്ന് പറയുന്നത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ്. അപ്പോൾ ജോൺ പോൾ സെക്കൻഡ് മാർപ്പാപ്പയാണ് ഇദ്ദേഹത്തെ ധന്യൻ എന്ന പദവിയിലേക്ക് ഉയർത്തിയത് 1984 ഏപ്രിൽ 7. കോട്ടയത്ത് വെച്ച് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ചാവറയച്ചനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ച വർഷം 1986 ഫെബ്രുവരി 8. അപ്പം ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ എവിടെ വെച്ചാണ്? കോട്ടയത്ത് വെച്ചിട്ടാണ് ചാവറയച്ചനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചത്. ആ വാഴ്ത്തപ്പെട്ടവനായ പ്രഖ്യാപിക്കാനിടയായ ആ സംഭവം എന്തായിരുന്നു? നമ്മുടെ മേരിമോൾ അല്ലേ? ഏത് മേരിമോൾ? മരിയാമ്മ ജോസ് കൊട്ടാരത്തിൻ്റെ കോങ്കണ്ണ് സുഖപ്പെടുത്തിയെന്നതാണ് അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കാനിടയായ സാഹചര്യം. ഇനി ഫ്രാൻസിസ് മാർപ്പാപ്പ, അടുത്തൊരാളിനെ കുറിച്ച് പറയുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പ ചാവറയച്ചനെ വിശുദ്ധനായി പ്രഖ്യാപിച്ച വർഷം ഏതായിരുന്നു? 2014 നവംബർ 23. അപ്പം ആദ്യം കോട്ടയത്ത് വെച്ച് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ടവനെ പ്രഖ്യാപിച്ചിരുന്നു. പിന്നീട് അതിനുശേഷം ഫ്രാൻസിസ് മാർപ്പാപ്പ ചാവറയച്ചനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചിരുന്നു. ഓക്കെ. മറ്റേത് വാഴ്ത്തപ്പെട്ടവനായിരുന്നു, ഇത് വിശുദ്ധനായിരുന്നു. അപ്പോൾ 2014 നവംബർ 23 വിശുദ്ധനായി പ്രഖ്യാപിച്ചത്. അതേ സമയത്ത് ചാവറയച്ചനോടൊപ്പം വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട മറ്റൊരു വ്യക്തിയുടെയാണ് എവുപ്രാസിയമ്മ. ഓർത്ത് വയ്ക്കുക, എവുപ്രാസിയമ്മയെയും ചാവറയച്ചനെയും 2014 നവംബർ 23 ഫ്രാൻസിസ് മാർപ്പാപ്പ എന്താക്കി മാറ്റിയത്? വിശുദ്ധനായി പ്രഖ്യാപിക്കുകയും ചെയ്തത്. അപ്പോൾ നേരത്തെ പറഞ്ഞു കുര്യാക്കോസ് ഏലിയാസ് ചാവറ അന്തരിച്ച വർഷം 1871 പറഞ്ഞിരുന്നു. അത് കൂനമ്മാവിലാണ്. കൂനമ്മാവ് ഓൾറെഡി പറഞ്ഞു എന്തായിരുന്നു? പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ആദ്യ ബോർഡിംഗ് സ്കൂൾ തുടങ്ങിയതും കൂനമ്മാവിലായിരുന്നു. അവിടെ വെച്ചാണ് ഇദ്ദേഹം അന്തരിച്ചത്. ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളും കൂടെ പഠിക്കാം. ആത്മാനുതാപം, അത് ക്രിസ്തീയ ഖണ്ഡകാവ്യമാണ്. ആത്മാനുതാപം. അപ്പോൾ ആത്മാനുതാപം, നളാഗമങ്ങൾ, ധ്യാനസല്ലാപങ്ങൾ, നല്ല അപ്പൻ്റെ ചാവരുകൾ, കനോന നമസ്കാരം, മരണപർവം, 40 മണിയുടെ ക്രമം, മരണവീട്ടിൽ പാടുവാനുള്ള പാന, ഇടയ നാടകങ്ങൾ, അനസ്താഷ്യയുടെ രക്തസാക്ഷ്യം, ഇതൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ. ഇതിൽ അനസ്താഷ്യയുടെ രക്തസാക്ഷ്യം എന്ന് പറയുന്നത് കുര്യാക്കോസ് ഏലിയാസ് ചാവറ രചിച്ച മലയാളത്തിലെ ആദ്യത്തെ ആഖ്യാന കാവ്യമാണ്. ഏത്? അനസ്താഷ്യയുടെ രക്തസാക്ഷ്യം എന്നറിയപ്പെടുന്നത്. ഇനി ഇദ്ദേഹത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങളോട് അറിയണം. ചാവറ അച്ഛൻ ഒരു രേഖാചിത്രം, അത് KC ചാക്കോയാണ് എഴുതിയത്. ഏതാണ്? ചാവറ അച്ഛൻ ഒരു രേഖാചിത്രം എന്നുള്ളത്. എ പേൾ ട്രൂലി ഇന്ത്യൻ എന്ന് ഇദ്ദേഹത്തെക്കുറിച്ചുള്ള പുസ്തകം എഴുതിയത് ഫാദർ തോമസ് പന്തപ്ലാക്കലാണ് എഴുതിയത്. ഫാദർ തോമസ് പന്തപ്ലാക്കൽ. ഇദ്ദേഹത്തെക്കുറിച്ച് MK സാനു എഴുതിയ ജീവചരിത്ര ഗ്രന്ഥം. ഓക്കെ. അപ്പോൾ MK സാനു മാഷ് എഴുതിയ ജീവിതത്തെ ഗ്രന്ഥം ഏതാണ്? ജീവിതം തന്നെ സന്ദേശം. വിശുദ്ധ ചാവറയുടെ ജീവിതം. ജീവിതം തന്നെ സന്ദേശം, വിശുദ്ധ ചാവറയുടെ ജീവിതം. ഇതാണ് MK സാനു ചാവറയച്ചനെക്കുറിച്ച് എഴുതിയ ജീവചരിത്ര ഗ്രന്ഥം. അപ്പോൾ ഇത്രയുമാണ് അതേക്കുറിച്ച് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ചാവറയച്ചനെക്കുറിച്ച്, കേരള സാക്ഷരത പിതാവ് എന്നറിയപ്പെടുന്ന ചാവറയച്ചനെക്കുറിച്ച് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെയായിരുന്നു. ഓക്കെ.